ഇന്നലെ ഒരുപാട് റീൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു റീൽസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഏതാണ് ആ ഒരു ലേഡി? ഏതായിരുന്നു റീൽസ്? ആ ഒരു ലേഡി ആയിട്ട് ഒരുപാട് റീൽസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു ആൽബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു. ആണോ? അത്ര രംഗങ്ങളൊന്നും, ഇന്റിമസി രംഗങ്ങളൊന്നും ആൽബത്തിലുണ്ടാകാൻ ചാൻസ് ഇല്ല. അതെന്താ? പ്രൊമോഷന് മാത്രമാണോ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? ടെക്നിക്കലല്ലേ, അത് ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം, കുശാലക ബുദ്ധി. അല്ല, അപ്പൊ ഷോർട്ട് ഫിലിം അതൊക്കെ ഉണ്ടെങ്കിലല്ലേ കുറച്ചുകൂടി റീച്ച് ഉണ്ടാവുള്ളൂ. അത്രക്ക് ഉണ്ടാവൂല. വീട്ടിൽ സീനായിരുന്നു. വീട്ടിൽ സീനാവും. സീനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ വീട്ടിൽ പുറത്തായൊന്നുമില്ലേ, പടത്തിന് ഡിസ്കഷൻ ആയിട്ട് വന്നാ. ആണോ? എന്താ വീട്ടിലെന്താ പറഞ്ഞേ? ഇങ്ങനത്തെ ഒക്കെ സീൻസിലൊക്കെ അഭിനയിച്ച മീഡിയക്കാരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുന്നു? മീഡിയക്കാർക്ക് കേസ് കൊടുക്കുന്നു? അങ്ങനെ കൊടുക്കൂലേ, വെറുതെ അല്ല, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? എന്തോ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ താങ്കള്. 10-15 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. 10-15 സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോ ഇതേപോലത്തെ ഇന്റിമേറ്റ് സീനുകളൊക്കെ വരുമ്പോ ചെയ്യണ്ടേ? ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചു നോക്കിയത്. അപ്പൊ വീട്ടുകാര് എതിർത്തു. അച്ഛനെന്താ പറഞ്ഞത്? പിന്നെ നായികയും മറ്റേ ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ സീക്വൻസ് ചെയ്യണ്ടായിരുന്നു, കുറച്ചുകൂടി നല്ലൊരു മറ്റേ രീതിയിൽ ഉള്ള റൊമാൻറ്റിക് മതിയാണെന്ന് തോന്നിയ പറയണ്ടായി. അച്ഛനെന്താ പറഞ്ഞത്? അച്ഛൻ കണ്ട വീഡിയോ? നിനക്ക് പ്രണയിക്കാനൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന്റെ മോനാണെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ്റെ അല്ലേ മോൻ? അച്ഛൻ അത്ര റൊമാൻറ്റിക് അല്ല. അല്ലേ? അച്ഛൻ റൊമാൻറ്റിക് അല്ല. അപ്പൊ ആ പുതിയ ഷോർട്ട് ഫിലിം ഏതാണ്? ഷോർട്ട് ഫിലിം ആണോ സിനിമയാണോ എന്താണ്? ഒരു ആൽബം പ്ലസ് ഷോർട്ട് ഫിലിം. ആൽബം പ്ലസ് ഷോർട്ട് ഫിലിം. ആരാണ് അതിന്റെ ഡയറക്ഷൻ, കഥ, തിരക്കഥ എല്ലാം? ഡയറക്ടർ ഓൾബ്രൈറ്റ്. ഡയറക്ടറുടെ പേരാണോ അത്? ഓൾബ്രൈറ്റ്. പിന്നെ നായികയായിട്ട് അഭിനയിക്കുന്ന പെണ്ണ് റിയ എന്നാണ് ആളുടെ പേര്. എന്താ ചെയ്യുന്ന ആള്? അത് മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇനി നാളെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ കൂടിയും നമ്മള് ഷോർട്ട് ഫിലിം അല്ലാണ്ട് കുറച്ചുകൂടി റെമ്യൂണറേഷൻ കിട്ടുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാസ്റ്റിംഗ് ക്രൂ ഒക്കെ ആരാണ്? വേറെ ആണുള്ളത് ഇതിനകത്തൊക്കെ അഭിനയിക്കാൻ? സന്തോഷ് ആറാട്ടണ്ണനുണ്ട്. ആറാട്ടണ്ണൻ മെയിൻ റോളാണോ? ആറാട്ടണ്ണൻ മെയിൻ റോളാണോ? സൈഡ് റോള്. എന്റെ ഒരു ആൽബത്തില് പുള്ളിക്ക് ചെറിയൊരു വേഷം. അല്ലാണ്ട് പുള്ളിക്ക് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്യുന്നുണ്ട്. 2 ചെയ്യണത്. പുള്ളിക്ക് വേണ്ടി ഒരു ഇന്റിമസി രംഗങ്ങളുള്ള ഒരു വേറെ ഷോർട്ട് ഫിലിം ഉണ്ട്. എനിക്ക് പറ്റിയ രംഗങ്ങൾ മാത്രമുള്ള ഒരു ഷോർട്ട് ഫിലിം വേറെ. അങ്ങനെ ആൽബം. ആ പെൺകുട്ടിനെ പറ്റി പിന്നെ എന്താണ് പറയാനുള്ളത്? പെൺകുട്ടിയുടെ വീട്ടിൽ സീനായോ? പെൺകുട്ടിക്ക് ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെ സീനൊന്നുമില്ല. അല്ല, ഒരുപാട് വിവാദമായിട്ടുണ്ട് ആ ഒരു വീഡിയോ. ഒരുപാട് ചർച്ചയായിട്ടുണ്ട്, ഒരുപാട് വിവാദമായിട്ടുണ്ട് ആ വീഡിയോ. അപ്പൊ നെഗറ്റീവ് കമന്റ് കേട്ടായിരുന്നു. ഒരുപാട് അല്ല, നെഗറ്റീവ് ആണല്ലോ വരുള്ളൂ. ഇപ്പൊ താങ്കൾക്ക് ആകെ 22 വയസ്സുള്ളൂ. 22 വയസ്സല്ലേ ഉള്ളൂ. ആൾക്ക് എത്ര വയസ്സുണ്ട്? പറയുന്നില്ല. ഓക്കെ. അപ്പൊ അതേപോലെ ഒരു വീഡിയോ വരുമ്പോ സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പൊ വയസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ പ്രേമലുലു നായകൻ നസ്ലിൻ എത്ര വയസ്സ്? 24. എത്ര ഇതാ? 22 ആയിക്കോട്ടെ. 22 തോന്നുന്നു. 22 24. ഇപ്പൊ മറ്റേ എന്താണ് ജോൻ ആരാ? നസ്ലിൻ. അപ്പൊ ആ സമയത്ത് 22, 21, 21, 6. നമ്മുടെ നിഖില എത്ര വയസ്സുണ്ട്? നിഖില 30 ഉണ്ടാവും. 30 ഉണ്ടാവും. 28 ഉണ്ടാവും. 32 30 ഉണ്ട്. അപ്പൊ അറിയാലോ. അത് ചേച്ചി അറിയാട്ടാണെങ്കിലും അതൊരു സിനിമയാണല്ലോ. റിയൽ ലൈഫിലല്ലേ? സിനിമയും റീലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. റീലും തമ്മിൽ വ്യത്യാസം ഉണ്ട്. എന്നാലും ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. മറ്റുള്ള റീൽസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. സോറി, ഒരുപാട് ആന്റി ലവർ ആണോ? ആന്റി ലവർ ആണോ? അങ്ങനെയല്ല, നമ്മളെല്ലാരെയും ബഹുമാനിക്കുന്ന ആളാണ്. കുറച്ചൊക്കെ ക്യാമറ ട്രിക്കാണ് കിസിംഗ് ഒക്കെ. ക്യാമറ ട്രിക്കാണോ? അത്ര ഒരു ശരിക്കുള്ളൊരു കിസിംഗ് ഒന്നുമല്ല. മാട്രാലിൽ നമ്മുടെ സൂര്യ കിസ് ചെയ്ത പോലെയാണോ? ജസ്റ്റ് ആ സീക്വൻസിന് വേണ്ടിയുള്ള അങ്ങനെ ഒരു സംഭവം. അപ്പൊ വീട്ടില് പ്രശ്നമായിട്ടിരിക്കുകയാണ്. വീട്ടില് കുറച്ച് സീനാണ് അതില് ആ ഒരു പ്രമോഷൻ ചെയ്തപ്പോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇതേപോലത്തെ സിനിമകളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, അത് കുഴപ്പമില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട്, ആൽബം ഇറങ്ങി കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തെ കുറെ ഗോസിപ്സ് ഒക്കെ ഇറങ്ങുമല്ലോ. അപ്പം പുള്ളിക്കാരിയുടെ വീട്ടിൽ അതൊക്കെ എഫക്ട് ചെയ്യില്ലേ?
ഗോസിപ്സ് ഇറങ്ങുമ്പോ അത് എഫക്ട് ചെയ്യില്ലേ? ശരിക്കും നിങ്ങൾ റിലേഷനിലാന്നൊക്കെ ഉള്ള ഒരു ഗോസിപ്സ് ഒക്കെ ആണല്ലോ കേൾക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് വിവാദമുണ്ട്. പേഴ്സണൽ ലൈഫ് എനിക്ക് അത്ര അറിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ആണോ? ജൂനിയർ ആദ്യമായിട്ടാണോ കാണുന്ന പുള്ളിക്കാരിയെ? ഇന്നലെ ആദ്യമായിട്ടാണ് മള്ള വെച്ചാൽ ഞാൻ മീറ്റ് ചെയ്തത്. ആറട്ടെണ്ണായിട്ട് ഞാൻ ചോദിച്ചാണ്, ഡാൻസ് സീക്വൻസിൽ ചെയ്യാൻ പറഞ്ഞാണ്, പുള്ളി ഓടിക്കളഞ്ഞു. ആണ്. അപ്പം ആളോട് ഡാൻസ് ചെയ്യാൻ താല്പര്യം പുള്ളിക്കാണല്ലോ. ആര്? ആറാട്ടെണ്ണേക്കാളും താല്പര്യം. അല്ല, അത് മറ്റേ എന്താ റിയ ഉണ്ടല്ലേ, റിയ അഭിനയിച്ച ആ ഒരു പരസ്യമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആൽബത്തിന്റെ ഒരു പരസ്യമായിട്ടാണ് മീഡിയയിൽ കാണിച്ചത്. അല്ല, പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, അതൊരു വീഡിയോയിലെ ക്ലിപ്പിൽ ചെയ്യുന്നതാണ്. നമുക്കതൊരു പരസ്യമായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. പരസ്യം കൂടാൻ പറ്റില്ല. എന്നാലും മറ്റേ ഞാനൊരു പ്രൊമോഷൻ അവിടെ ചെയ്താ, അത് അങ്ങനെ കൊടുത്തില്ലെന്ന് മാത്രം. പ്രൊമോഷൻ ഒന്നും കൊടുത്തില്ല. അലിൻ ജോസിന്റെ പെണ്ണ് സെറ്റായെന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തത്. അപ്പം ഇതൊരു പ്രണയത്തിലേക്ക് മാറോ? അങ്ങനെ മാറാൻ സാധ്യതയില്ലല്ലോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞിടക്ക് ചിഞ്ചു എന്ന് പറഞ്ഞ ആക്ട്രസ് ആയിട്ട് പുതുമുഖ നടിയായിട്ട് അഭിനയിച്ചിരുന്നു. അത് കുറച്ച് വണ്ണമുള്ള എവിടെയായിരുന്നു അഭിനയിച്ചത്? ഡാൻസ് കളിച്ചാണോ മറ്റേ ഞാനൊരു രാജാവായ ചോദിക്കാണ്ട്. ആൽബത്തിന് ഷൂട്ടിങ് നമുക്ക് അടുത്ത ആഴ്ചയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാ മീഡിയക്കാരും വിളിക്കുന്നുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പൂജയുണ്ട്. അപ്പൊ നായികയും നായകനും എല്ലാവരും ഉണ്ടാവും. പിന്നെ അൻസിക എന്ന് പറഞ്ഞ നായിക കൂടി ഉണ്ടാവും ഇതിനകത്ത്. അൻസിക മോട്ടുവാനിയോ? അല്ല, ഇതില് കഥ സ്റ്റോറിയിൽ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറയാം. അത് നമ്മുടെ സ്റ്റോറി ആയതുകൊണ്ട് നമ്മള് ഒരു എഴുതി വെച്ചുള്ള ഒരു തിരക്കഥയല്ല, സിനിമ പോലെ. നമ്മൾ ഓൺ ദ സ്പോട്ട് ഡയലോഗ് ഡെലിവറി. ഫോണോയ്ക്ക് ക്യാമറ വെക്കലാണ്. അതല്ല, ക്യാമറ ഒക്കെ കറക്റ്റ് ആയിട്ട് വിളിക്കാൻ. ഞാൻ പറഞ്ഞതേ ഓൺ ദ സ്ക്രിപ്റ്റ് അല്ല, ഇത് ഓൺ ദ സ്പോട്ട് കഥ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളാണെന്നാ പറഞ്ഞു. മനസ്സിലായോ? അപ്പോ അതിൻ്റെ ആയിട്ടുള്ള സംഭവത്തില് വൺ ലൈൻ ഞാൻ പറയില്ല. കഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു താലി കെട്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് പദ്ധതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു പ്രണയം കാണിക്കുന്നു ബീച്ചിലൊക്കെ. അപ്പോൾ ബീച്ചിൽ നിന്ന് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു. തുടർന്ന് ഒന്നാണ് സംഭവ വികാസങ്ങൾ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ നായികനെ തേക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും അവസാനം വേറിട്ടൊരു ജീവിതത്തിലേക്ക് പുതുമുഖ നായിക വേറെ നായിക വരുന്നു. അങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഷോർട്ട് ഫിലിം. അതിനെപ്പറ്റി എന്താ ചോദിക്കും? അപ്പൊ എന്തായാലും ഷോർട്ട് ഫിലിം ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓട്ടവും ചാട്ടവും തന്നെയാണ് ഇപ്പൊ പടം. ഓട്ടവും ചാട്ടവും ഇടിയും തന്നെയാണ് പടം. പിന്നെയും ഇടി മറ്റേ ഗുണ്ട എന്ന് പറഞ്ഞാൽ നായിക ഉണ്ടല്ലോ, റിയനെ കേറി പിടിക്കാൻ പറ്റുന്നു. കൈ കയറി പിടിച്ചു. ഫൈറ്റ് സീൻ ഉണ്ട്. ഫൈറ്റ് ഉണ്ട്. ഹീറോയിസം വേണമല്ലോ. ഹീറോയിസം വേണം. മമ്മൂട്ടിക്ക് മോലാലും മാത്രം സിനിമ ചെയ്താൽ പോലെ എനിക്ക് ആൽബത്തിലെങ്കിലും ചെയ്യണ്ടേ. മാത്യു തോമസിന്റെ മാത്രം പിടിച്ചു. തലച്ചവല് മണ്ണി കിടന്നുരുണ്ട പോലെ ഇതില് എവിടെയാണ് കിടന്നുരുളാൻ പോണത്? ഇതിലെവിടെയാണ് ഉരുളാൻ പോണത്? ഇതിലെവിടെയാണ് അപ്പൊ ഇടി കൊണ്ട് ഉരുളാൻ പോണത്? മണൽത്തരിയില്. എവിടെ? മണൽത്തരിയില് അവിടെ തന്നെയാണ്. ഇതില് കുറച്ച് സ്വപ്നപരമായിട്ടുള്ളൊരു സോങ്സ് ഒക്കെ വരുന്നുണ്ട്. അതില് പണ്ടത്തെ തലകർച്ചവനില് കോട്ടും പാന്റും ഇട്ടാണ് ചെയ്തത്. ഇതില് കണ്ണട വെച്ചിട്ട് പുതിയൊരു ലുക്കിലാണ് വരുന്നത്. ഒരു സരോജ് കുമാർ സ്റ്റൈലില് കേശു പോലത്തെ ഒരു ആ പാട്ട്. തെങ്ങേറ്റൊക്കെ ഉണ്ടല്ലോ സരോജ് കുമാർ. തെങ്ങേറ്റുണ്ടല്ലോ, അതൊക്കെ ഉണ്ടോ? തെങ്ങേറ്റില്ല, മോഡൽ ലുക്കുള്ള പല പല പെണ്ണുങ്ങളുടെ ഡാൻസ് ഉണ്ട്. അപ്പൊ പലർക്കും അസൂയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ആ വിവാദം ഉണ്ടായല്ലോ, അപ്പോഴേക്ക് നമ്മുടെ ആക്ട്രസ് ഉണ്ടല്ലോ, ആക്ട്രസ്, എന്റെ ഒരു കൂട്ടുകാരി എന്ന് പറയാൻ പറ്റൂല, എന്റെ റിവ്യൂ കയറി അഭിപ്രായം പറയാൻ അറിയോ? പത്നി റിവ്യൂ അറിയില്ല. പേര് ഞാൻ പറഞ്ഞ ആളറിയാം. കണ്ടല്ലേ നമ്മള് തിയേറ്ററിൽ വെച്ച്. ജ്യോതി ശിവരാമൻ. ജ്യോതി ശിവരാമൻ കുറെ അഭിപ്രായം പറയുന്നുണ്ട്. അവർക്ക് നാണമില്ലാണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, അവർക്ക് പതുക്കെ സിനിമ കിട്ടുന്നുള്ളു. താങ്കൾ പബ്ലിസിറ്റി ആയെന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് തോന്നിയ ദിവസമാണ് പറയരുതെന്നൊക്കെ പറയുന്നു.
തോന്നിയാസം ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷെ മറ്റേ നമ്മുടെ കമന്ററി കയറിയിട്ട് ധൈര്യത്തോടെ ഒരു ഉത്തരം പറഞ്ഞൊരു പെൺകുട്ടി പുള്ളിയാ. പറയേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ ഈ സിനിമയുടെ റിലീസ് എന്താണ് ഇനി? സിനിമ ആൽബത്തിന്റെ സിനിമയെ പറ്റി പറഞ്ഞപ്പോ സിനിമ റിലീസ് ആകുന്നുണ്ട് ഏപ്രിൽ വൺസ് അപ്പോൺ എ ടൈം. അതിൽ കാണിക്കും. ഷൂട്ടിംഗ് എപ്പോഴായിരിക്കും ഇനി തുടങ്ങുന്നത്? ഷൂട്ടിംഗ് അടുത്ത ആഴ്ചയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നത്തോടെ റിലീസ് ആവും? വിഷു ഈസ്റ്റർ. അപ്പൊ എന്തായാലും അത് ഇറങ്ങുമ്പോ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കുറച്ച് ഹോട്ടും ഒക്കെ ഉണ്ടാവും. 18 വയസ്സിന് കാണാൻ ശ്രമിക്കാം. പ്രതീക്ഷിക്കാം. ഇന്റിമസി ഉണ്ട്, അത്രേ ഉള്ളൂ. ഇന്റിമസി ഉള്ളൂ. ഓക്കെ.